കേരള തീരത്തെ കടൽ മണൽ ഖനന കേന്ദ്രങ്ങളിൽ ഒന്നായി തെരഞ്ഞെടുക്കപ്പെട്ടതോടെ തൃശൂർ ജില്ലയിലെ തീരദേശ മേഖലയും ആശങ്കയിൽ. അഴീക്കോട് മുതൽ പൊന്നാനി വരെ നീളുന്ന സെക്ടറിൽ ഖനനം നടത്താനുള്ള നീക്കങ്ങളാണ് കേന്ദ്ര സർക്കാരിന്റെ ബ്ലൂ എക്കോണമി നയത്തിന്റെ ഭാഗമായി നടക്കുന്നത്. പദ്ധതി യാഥാർത്ഥ്യമായാൽ തങ്ങളുടെ പരിസ്ഥിതിക്കും ജീവിതത്തിനും വൻ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് തീരദേശ ജനത ഒന്നടങ്കം ആശങ്കപ്പെടുന്നത്. തൃശൂർ ജില്ലയിലെ അഴീക്കോട് നിന്ന് തുടങ്ങി മലപ്പുറത്തെ പൊന്നാനി വരെ നീളുന്നതാണ് ചാവക്കാട് സെക്ടർ. ബ്ലൂ എക്കോണമി നയത്തിന്റെ ഭാഗമായി കേരളത്തിൽ കടൽ ഖനനം നടത്താൻ തെരഞ്ഞെടുത്ത 5 കേന്ദ്രങ്ങളിലൊന്ന്. 60 കിലോമീറ്ററിലധികം ദൂരത്തിലുള്ള ഈ തീരദേശ മേഖലയും ജനങ്ങളും പക്ഷേ ഇന്ന് ആശങ്കകൾക്ക് നടുവിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ പരമ്പരാഗത മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ ഈ മേഖലയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഈ തീരുമാനം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ആവാസ വ്യവസ്ഥയെ ബാധിക്കുമെന്ന് മാത്രമല്ല, ഞങ്ങളുടെ ജീവിത നിലവാരം തന്നെ ആകെ തകർത്ത് കളയുന്ന തീരുമാനമായിരിക്കും ഇത് എന്നുള്ളതിൽ വലിയ രീതിയിൽ ആശങ്കപ്പെടുകയാണ്. കടൽ ഖനന നയവുമായി സർക്കാരുകൾ മുന്നോട്ടു പോകുമ്പോൾ ചാവക്കാട്ടെ തീരദേശ ജനത ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ നിരവധിയാണ്. ചാകരക്കടപ്പുറം എന്ന് പേരുകേട്ട മേഖലയിൽ ഇന്ന് മത്സ്യലഭ്യതയിൽ കാര്യമായ കുറവ് തന്നെ സംഭവിച്ചിട്ടുണ്ട്. സുനാമി ദുരന്തത്തിന് ശേഷം തീരം അപ്പാടെ കടൽ കവർന്നെടുത്തുകൊണ്ടിരിക്കുന്നു. കടലാമകൾ അടക്കമുള്ള സംരക്ഷിത ജീവികളുടെ പ്രജനന കേന്ദ്രം കൂടിയാണ് മേഖല. അതീവ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള ഇത്തരമൊരു പ്രദേശത്തെ 55% ജനങ്ങളും കടലിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നതെന്നും ഇവർ പറയുന്നു. സമീപകാലത്ത് മത്സ്യത്തൊഴിലാളികൾ തീരെ അറുതി പട്ടിണിയിലാണ്. അത് മാറി വരുന്ന സർക്കാരുകളുടെ പുതിയ നിയമങ്ങളുടെ ഭാഗമായിട്ടാണ്, സബ്സിഡി പോലത്തൊക്കെ വെട്ടിക്കുറച്ചതിൻ്റെ ഭാഗമായിട്ടാണ് മത്സ്യത്തൊഴിലാളികൾ തീരെ പ്രയാസത്തിൽ കടന്നു പോകുന്നത്. ഇപ്പോൾ നമ്മുടെ തീരദേശം വളരെ പരിതാപകരമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തെമ്പാടും തീരദേശ മേഖലയിൽ അലയടിക്കുന്ന പ്രക്ഷോഭത്തിന്റെ ചൂട് ചാവക്കാട് സെക്ടറിലും പടർന്നു പിടിക്കുകയാണ്. തീരദേശ ജനതയുടെ ജീവിതം തന്നെ പ്രതിസന്ധിയിലാക്കുന്ന സർക്കാർ നയങ്ങളെ എന്ത് വില കൊടുത്തും പ്രതിരോധിക്കാനാണ് ഇവരുടെ തീരുമാനം. പരമ്പരാഗതമായി മത്സ്യബന്ധനം നടത്തി സ്വയം ജീവിക്കുവാനും ആശ്രയിക്കുന്ന കുടുംബാംഗങ്ങൾ ജീവിക്കാനുള്ള തത്രപ്പാടിൽ ജീവിതത്തിൻ്റെ രണ്ടറ്റം മുട്ടിക്കാൻ ശ്രമിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ ജീവനും അവൻ്റെ ജീവനോപാധിയെയും എത്രമാത്രം ആഘാതത്തിൽ ഇതിൻ്റെ പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് അനിർവചനീയമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇത് നോക്കിക്കാണുന്നു, ഭയക്കുന്നു. ഞങ്ങളുടെ ഈ മേഖലയെ തകർക്കാൻ ഈ ഭരണകൂടങ്ങളുടെ കച്ചുകെട്ടിയിട്ടുള്ള ഇറക്കം ഞങ്ങൾ നഖശിഖാന്തം എതിർക്കും. പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉയർന്നുവരുന്ന ആശങ്കകൾ പരിഹരിക്കണമെന്നും വൻതോതിൽ ഖനനം നടത്താനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നുമാണ് ചാവക്കാട് സെക്ടറിലെ ജനങ്ങളും ഒരുപോലെ ആവശ്യപ്പെടുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇതിന് തയ്യാറാകുന്നില്ലെങ്കിൽ നിലവിലെ പ്രതിഷേധങ്ങൾ കൂടുതൽ ശക്തമാക്കി ഒന്നിച്ചു മുന്നോട്ടു പോകാനും തീരദേശവാസികൾ തീരുമാനമെടുത്തു കഴിഞ്ഞു. വറുതിയുടെ കാലങ്ങളെ ഒന്നാകെ അതിജീവിച്ച ചരിത്രമാണ് കടലിന്റെ മക്കൾക്ക് പറയാനുള്ളത്. ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ് ധാതു ഖനന നയമെന്ന് അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ സമരവും പ്രതിരോധവുമാണ് തങ്ങൾക്ക് മുന്നിലെ മാർഗമെന്ന് ഒറ്റക്കെട്ടായി ഒരേ സ്വരത്തിലാണ് തീരദേശ ജനത പറയുന്നത്. ക്യാമറമാൻ സഹീർ ഗുരുവായൂരിനൊപ്പം ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശൂർ.